സുജു പോലീസ് സേനയുടെ ആദരവ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപക്ഷെ DGP പുഷ്പചക്രം സമർപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇനി അതിനുശേഷമാണ് ജനപ്രതിനിധികളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. സുജു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തമായ ധാരണ പറയാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം ജനങ്ങൾ വികസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളായി കോരിച്ചൊരിയുന്ന മഴയും പ്രതികൂലമായ കാലാവസ്ഥയുമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ന മുഴുവൻ മനുഷ്യർക്കും വികസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള അവസരം നൽകുക എന്നുള്ളതാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള സമീപനം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടും അവിടെ വന്ന മുഴുവൻ മനുഷ്യർക്കും ആദരവർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ വിവിധ ആളുകൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ബഹുമുഖ പ്രതിഭകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്നു. സംവിധായകൻ വിനയൻ വികസന ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പിന്നാലെ ഇപ്പോൾ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ MLA INL നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ KK രമ വടകരയുടെ MLA KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ ആദരവ് അർപ്പിക്കുന്നു. അങ്ങനെ നാടിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള പിന്നെ സ്ത്രീ വിമോചന പോരാട്ടത്തിൻ്റെ നേതൃത്വത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള K അജിത ഉൾപ്പെടെയുള്ള ആളുകൾ ആദരവ് അർപ്പിക്കുന്നു. അങ്ങനെ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള സമൂഹത്തിൻ്റെ നാടിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിച്ച മുൻ ചീഫ് സെക്രട്ടറി ഷീല തോമസ് ആദരവ് അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇഷ്ണരാജ് സിംഗ് മുൻ DGP അദ്ദേഹം ആദരവ് അർപ്പിക്കുന്നു. അങ്ങനെ ബഹുനില പ്രതിഭകളായിട്ടുള്ള മറ്റ് പല മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി വികസന ആദരവർപ്പിക്കുകയാണ്. അവർക്ക് ആദരവർപ്പിച്ചതിന് ശേഷമാണ് പുറത്തു നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് ആദരവർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം. കാരണം മറ്റ് തിരക്കുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ഇവർ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമാണ് പാർട്ടി സഖാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും, കാരണം പാർട്ടി സഖാക്കന്മാർക്കും ഇവർക്കും ഒരു സമയത്ത് ആദരവർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കിയാൽ അത് വലിയ തിക്കിനും തിരക്കിനും കാരണമാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരെപ്പോലെയുള്ള മറ്റ് മേഖലയിൽ നിൽക്കുന്ന ജനപ്രതിനിധികൾ മറ്റു മേഖലയിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അവർക്ക് ഇതിൽ ആദ്യഘട്ടത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം പാർട്ടി സഖാക്കന്മാർക്ക് സൗകര്യമുണ്ട്. എന്തായാലും സംസ്കാരത്തെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ സമയം നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുകയില്ല. അത്രത്തോളം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം അവർ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയവരുണ്ട്, ഇന്നലെ രാത്രിയിൽ എത്തിയവരുണ്ട്, ഒരു രാത്രി ഉടനീളം നടന്നും ഇരുന്നും നേരം വെളുപ്പിച്ച മനുഷ്യന്മാരുണ്ട്, പാർട്ടി സഖാക്കളുണ്ട്, നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും എത്തിയ മനുഷ്യരുണ്ട്, സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയ ആളുകളുണ്ട്, VS മരിച്ചതറിഞ്ഞ് വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയ മനുഷ്യരുണ്ട്. അങ്ങനെ വളരെ ത്യാഗങ്ങൾ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് വികസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്പം മുമ്പ് അതിശക്തമായ സമർപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കൊണ്ടുവരുമ്പോൾ ഉച്ചവരെ മഴ മാറി ആകാശം മേഘാവൃതമായിരുന്നുവെങ്കിൽ കൂടിയും മഴ മാറി നിൽക്കുന്ന കാഴ്ചയായിരുന്നുവെങ്കിൽ പോലും വികസിന്റെ വീട്ടിൽ നിന്നും മൃതദേഹം പാർട്ടി ആസ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ തുടങ്ങിയ മഴ, അതായത് ഒരുപക്ഷെ പ്രകൃതി പോലും വികസിന്റെ വേർപാടിനോട് അനുധാവനം ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത്രമേൽ സങ്കടം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ കാണാൻ കഴിഞ്ഞു. അമ്മമാർ, സഹോദരിമാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ ആവാലവൃദ്ധം ജനങ്ങൾ, സമൂഹത്തിൻ്റെ നാടിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള മനുഷ്യരുടെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. പലവിധ സ്ഥലങ്ങളിലും VSന്റെ മൃതദേഹങ്ങൾ കൊണ്ടുപോയ ഇടങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞത് അത്രത്തോളമുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ ആ വലിയ ജനസഞ്ചയത്തിന് നടുവിൽ VS നിശബ്ദനായി കിടക്കുകയാണ്.